ഹലോ. അപ്പോഴേ ഇന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനും ഇസേ മാത്രമേ ഉള്ളൂ കേട്ടോ. അൻസു ഇവിടെ ഇല്ല. അൻസു അബുദാബി പോയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടെ ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങാണ്. പോവാ ഇസ? ടാറ്റ പോവാ. ഇങ്ങനെ പോയിട്ട് വരാം. പോവാ ഇസ? ടാറ്റാ. അൻസു ഇല്ലാണ്ട് ഞാൻ ഇങ്ങനെ ഇവളെയും കൊണ്ട് അങ്ങനെ പുറത്തേക്ക് പോവാറുണ്ട്, പക്ഷെ ഷോപ്പിങ്ങിനായിട്ട് പോവാറില്ല. അപ്പം ആദ്യമായിട്ടാണ് പോകുന്നത്. എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ഡോറ് ലോക്ക് ചെയ്യട്ടെ കേട്ടോ. ലൈറ്റ് ഓഫ് ചെയ്തു. ഇസ കീതാ 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 ഡി കീതാടി കീതാ കീതാ നീന്താ ലോക്ക് ചെയ്യട്ടെ. താങ്ക് യു, വെൽക്കം എന്നാണ് അവൾ പറഞ്ഞത്. പക്ഷേ റൂമൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇറങ്ങട്ടെ കേട്ടോ. ഇസ അവിടെ നിൽക്കാം അമ്മ ചേർക്കാം. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്തൊക്കെയൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അല്ല, ചെറിയൊരു വെയിലുണ്ട്. ഞങ്ങളൊരു 11:30 ആയിട്ടുണ്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ. അപ്പോൾ നമ്മൾ മെല്ലെ നടക്കട്ടെ കേട്ടോ. കാണാം ഇനി ഓരോരോ ഭാഗങ്ങളായിട്ട്. ശരി, ഇസാനം നമ്മൾ സെറ്റിംഗ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നെസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഞാനും അൻസുമ്പാടെ വരുമ്പോഴാണെങ്കിലും നമ്മൾ സ്ട്രോളർ എടുക്കാതിരിക്കുമ്പോൾ ഇതുപോലെ ട്രോളി എടുത്തിട്ട് അവളെ ഇങ്ങനെ ഇരുത്തും. അപ്പോൾ ഒരുപാട് സമയം അവൾക്ക് പറ്റാവുന്നത്ര അവൾ അതിൽ ഇരുന്നിങ്ങനെ കാഴ്ചകളൊക്കെ കാണും. പിന്നെ ബോറടിക്കാൻ തുടങ്ങുമ്പോൾ അവൾ കരയുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എടുക്കും. അപ്പോൾ എടുക്കുകയാണെങ്കിൽ അവൾക്ക് നടക്കാനാണ് ഇഷ്ടം. ചിലപ്പോൾ താഴ്ത്തിറങ്ങാൻ വേണ്ടിയിട്ട് കരയുകയും ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ നെസ്റ്റോയിൽ വരുന്നത് കേട്ടോ. അപ്പോൾ അറിയാമല്ലോ, വീക്കെൻഡ്സിൽ ഓഫേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീക്കെൻഡിൽ ഒരാഴ്ചയ്ക്കുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുക. പിന്നെ അത് കഴിയുമ്പോൾ പിറ്റത്തെ ആഴ്ചയ്ക്കുള്ളത് അങ്ങനെയാണ് വാങ്ങിക്കുക. ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും പിന്നെ ഫിഷ് ആണെങ്കിലും അതുപോലെ തന്നെ ചിക്കൻ ആണെങ്കിലും ഒക്കെ നമ്മൾ അങ്ങനെയാണ് വാങ്ങിക്കുക. അപ്പോൾ ഞാനത് കോവയ്ക്കൊക്കെ എടുക്കുന്നുണ്ട്. കോവയ്ക്ക ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കോവയ്ക്ക ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഇസപ്പോൾ കുഴപ്പമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ അവൾക്ക് അവിടെ നിന്ന് ഒരു കവർ എടുത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം അതിലൊക്കെ ഇരുന്ന് കളിക്കും. പിന്നെ അത് കഴിഞ്ഞ് ബോറടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് വാശി പിടിക്കാൻ തുടങ്ങിയാൽ ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് കൈ കൊടുക്കും കഴിക്കാനായിട്ട്. അങ്ങനെയാണ് ചെയ്യുക. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതലും എൻ്റെ കിച്ചണിൽ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ സവോള എന്ന് പറയുന്നത്. കാരണം നമ്മൾ നോൺ വെജ് ഉണ്ടാക്കുകയാണെങ്കിലും എന്തുണ്ടാക്കുകയാണെങ്കിലും ചെറിയുള്ളി ഇല്ലെങ്കിലും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യണത് ഒനിയൻസ് ആണല്ലോ. അതുകൊണ്ട് ഞാൻ സവോള എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റും ക്യുക്കുംബറും എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സൈഡിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് അതായത് ഒരു കയ്യിൽ ട്രോളി ഉണ്ട്, പിന്നെ എൻ്റെ ബാഗ് ഉണ്ട്, പിന്നെ ഫോണും പിടിക്കണം. അപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ക്യുക്കുംബർ എടുക്കുന്നുണ്ട്, ക്യാരറ്റ് എടുക്കുന്നുണ്ട്. ക്യുക്കുംബറും ക്യാരറ്റൊക്കെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഫുഡിൻ്റെ ഒരു ഭാഗമാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇസാക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുക്കുംബർ. അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുന്ന ഒരു തേൻമിഠായിൻ്റെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. ഒരു തേൻമിഠായിട്ട് എടുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ മൂപ്പർക്ക് ഇത്തിരി സമാധാനമായിട്ടുണ്ട്. പിന്നെ തേങ്ങ നമ്മൾ ചിരവിയ തേങ്ങ എടുക്കാറ്, അങ്ങനെ അതെടുത്തു. പിന്നെ ഒരു ആഴ്ചയ്ക്കല്ല, ഇത് ഒരാഴ്ചയല്ല, ഒരു 1.5 ആഴ്ച ഉണ്ടാവും. കാരണം ഇസാക്ക് നമ്മൾ എഗ്ഗ് കൊടുക്കും, പിന്നെ അൻസുവിന് ഞാൻ വെച്ച് കൊടുക്കാറുണ്ട്. ഞാനങ്ങനെ വലുതായിട്ട് മുട്ട പുഴുങ്ങിയതൊന്നും കഴിക്കാറില്ല. പിന്നെ പാലെടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ 2 ലിറ്റർ 1 ലിറ്റർ എല്ലാ തരത്തിലും നമുക്ക് എത്ര ആവശ്യം അതുപോലെ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ 1 ലിറ്ററിൻ്റെ എടുക്കാറ്. കാരണം അത് നമുക്ക് ഇത്ര ഡേറ്റ് വരെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് 1 ലിറ്റർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യത്തിനുള്ളതായി. പിന്നെ ഞാൻ കേർഡ് ഓൾറെഡി റൂമിലുണ്ട്, എൻ്റെ കയ്യിൽ ഉണ്ട്, എൻ്റെ കിച്ചണിൽ. അപ്പോൾ ഞാൻ ചെറുതാണ് എടുക്കുന്നത്. ഇത് മതി തൽക്കാലത്തേക്ക്, കാരണം കുറച്ച് റൂമിലുണ്ട്. അപ്പോൾ അത്യാവശ്യമുള്ളത് മാത്രം മതിയല്ലോ. പിന്നെ ഞാൻ ബട്ടർ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കൂടുതലും ഇപ്പോൾ സാധനങ്ങൾ അതായത് ചിക്കനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഗ്രില്ല് ചെയ്യാനൊക്കെ ബട്ടറാണ് യൂസ് ചെയ്യുക. അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ എണ്ണയിൽ അങ്ങനെ പൊരിക്കാറൊന്നുമില്ല. പിന്നെ ഫിഷ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചെന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ചടങ്ങാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെടുത്ത വെജിറ്റബിൾസ് എല്ലാം ഇങ്ങനെ നമ്മൾ കവറിലാക്കിയിട്ടാണല്ലോ ഉണ്ടാവുക. അത് എന്നിട്ട് അവിടെ കൊടുത്തിട്ട് അതിന് ബില്ലടിക്കണം. അതിൽ അവർ എന്നിട്ട് പ്രൈസ് ടാഗ് നമുക്ക് അടിച്ചു തരും. അതിന് വേണ്ടിയിട്ട് ഈ സാധനങ്ങളൊക്കെ അവിടെ എടുത്ത് വെക്കണം. അപ്പോഴേക്കും ഇസ കരയാൻ തുടങ്ങി. അതായത് അതിലിരുന്ന് അവൾക്ക് മുഷിയാൻ തുടങ്ങി. അപ്പോൾ അവളെടുത്ത് അവൾക്ക് ഇറങ്ങണം. ഞാൻ ഒക്കത്ത് വെച്ചപ്പോൾ അവൾക്ക് വേണ്ട, അവൾക്ക് നിലത്തിറങ്ങണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കാൻ തുടങ്ങി. അങ്ങനെ ട്രോളിയും പിടിച്ചിട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. മാഷാ അല്ലാ, എൻ്റെ മോള് കണ്ടോ, ഞങ്ങളുടെ മോള് വലുതായി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ തന്നെ ട്രോളി വന്ന് തള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനൊക്കെ നന്നായിട്ട് അറിയാം. അങ്ങനെ ഞാൻ ബ്രോസ്റ്റഡ് കണ്ടപ്പോൾ പിന്നെ അവിടെ സ്റ്റെക്കായിട്ടോ. ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് നോക്കാൻ തുടങ്ങി. അപ്പോഴേക്കും മറ്റാൾ അതിലൂടെ നടന്നിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ വലിച്ചിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, അവൾ തന്നെ ഒറ്റയ്ക്ക് പോയിട്ട് അവിടെ നിന്ന് 2 സ്നിക്കേഴ്സിൻ്റെ പാക്കറ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചീത്ത പറയുന്നുണ്ട്, നീ അവിടെ കൊണ്ടുപോയി ഒരെണ്ണം എടുത്തിട്ട് പോയോ, 2 എണ്ണം എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അതാണ് ഫേസ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ അതിൻ്റെ അവിടെ ബില്ലൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അപ്സ്റ്റേറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടി അവിടെ
അവിടെ കിടന്ന് വെറുതെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്സ്റ്റേറിൽ പോയിട്ട് ഞാൻ ഞങ്ങളുടെ റൂമിലേക്ക് വേണ്ട കുറച്ച് അതായത് കുറച്ച് ബ്രഷും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് അതാ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ എൻ്റെ ഒപ്പം തന്നെ അയാൾ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ പുതിയ റൂമായതുകൊണ്ട് എല്ലാം സെറ്റാക്കുന്നുള്ളൂ. എന്നിട്ട് പുതിയ റൂമിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഫുള്ളായിട്ട്. അപ്പോൾ അതുപോലെയല്ല വന്നത്, നടന്നിട്ടല്ലേ പോയത്. അപ്പോൾ ആക്ച്വലി ഇവിടുന്നൊരു 50 മിനിറ്റ്സ് വേണ്ട തികച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അല്ല സ്ട്രോളർ ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ ട്രോളി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ സാധനങ്ങൾ വെക്കാനൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ സ്ട്രോളർ എടുക്കാണ്ട് ഇവിടെ എന്നെ കയ്യിൽ തന്നെ വെച്ചിട്ട് പോയത്. എന്നിട്ട് അവിടെ ചെന്നൊരു ട്രോളിയിൽ ഇരുത്തുകയാണ് ഞാൻ ചെയ്തത്. അങ്ങനെ അതപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് ഇനി ഇതൊക്കെ എടുത്ത് സെറ്റ് ചെയ്യണം. അതിന് ശേഷം ഇസാക്ക് ഫുഡ് കൊടുക്കണം, എന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കണം. ഇതൊക്കെയാണ് ഇപ്പോൾ പരിപാടി. ഇപ്പോൾ ആക്ച്വലി ഒരു 1:15 ആയിട്ടുണ്ട്. ഞാനിവിടെ നിന്ന് ഒരു 11 ആകുമ്പോൾ പോയതാണ്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോ ഒക്കെ വരും. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റാ.